ഈഗിൾ ഗെയിമിംഗിന്റെ കുടുംബത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സൈബർ ആക്രമണം വെറും ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ ആയിട്ട് തള്ളിക്കളയേണ്ട വിഷയമല്ല, അതൊരു സോഷ്യൽ ത്രെറ്റ് തന്നെയാണ്. പിന്നെ ഈഗിളിന്റെ കാര്യം അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോൾ എന്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോകും. ഞാൻ 14-15 വയസ്സുള്ള കുട്ടികൾ ഇന്ന് പോൺ വീഡിയോസിന് അടിമകളാണ്, അതും ടെലിഗ്രാം ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ നടത്തുന്ന ഭൂരിഭാഗം പേരും ഇതേ പ്രായക്കാരാണ്. ഇതുപോലെയുള്ള പോൺ വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനൽ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഈഗിളിന്റെ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് പോലും വധഭീഷണി വന്നിട്ടുള്ളത്. ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളെ നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സിന്തറ്റിക് ലഹരിയെക്കാളും അപകടം പിടിച്ച ഒരു സംഭവമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്ത. ഒരു 14-കാരിയെ 16-കാരൻ പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞു. നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇത് നടന്നത്. അതേപോലെ റൂമർ ആണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരു 9 വയസ്സുകാരി പ്രഗ്നന്റ് ആയി. ആ കുട്ടിയുടെ അമ്മ കുട്ടിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ വെച്ച് നടത്തിയ ഒരു കൗൺസിലിംഗിൽ ആ 9 വയസ്സുകാരി കുട്ടി പറഞ്ഞ കാര്യം കേട്ട് അവിടുത്തെ പോലീസുകാർ വരെ ഞെട്ടി. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സ്വന്തം രക്തമായിട്ടുള്ള ചേട്ടനാണ് ആ കുട്ടി പ്രഗ്നന്റ് ആവാനായിട്ടുള്ള കാരണക്കാരൻ. ഇത് അറിഞ്ഞ ഉടനെ ആ ഫാമിലി ആ ചെറുക്കനെയായിരുന്നു രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. മേ ബി ആ ഒരു വിഷയം കാരണമായിരിക്കും ഇതിനെ ഒരു റൂമർ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പോലും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. तो मेरे पास एक ऐसा केस आया, 9 साल की बच्ची थी जो 7 महीने से प्रेग्नेंट। तो काउंसलिंग के बाद उसको पता चला कि उसका बच्चा, वो जो बच्चा था प्रेगनेंसी पेट में, उसके खुद के भाई का ही था। भाई कितने साल का? 11 साल का। ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസിയായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്താണ് ചെയ്യണമെന്ന് അവർക്ക് നോക്കാനായിട്ടുള്ള സമയമില്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കാരണം മറ്റൊരാളോ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണം നിങ്ങളുടെ കുട്ടിയോ ആയിരിക്കും നശിക്കപ്പെടുന്നത്. പല ടെലിഗ്രാം ചാനലുകളിലും സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും രഹസ്യമായിട്ട് എടുത്ത ഫോട്ടോസും വീഡിയോസുമാണ് ഈ 14-15 വയസ്സുള്ള കുട്ടികൾ പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരി വൈകി പോകും. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം.